ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി അനധികൃതമായി എത്തിച്ച് $25 ലക്ഷം പിടികൂടി. ബെയ്റൂട്ട് വിമാനത്താവള അധികൃതരാണ് പണം പിടിച്ചെടുത്തത്. തുർക്കിയിൽ നിന്ന് എത്തിയ യാത്രക്കാരനാണ് പണം കൊണ്ടുവന്നത്. ഭീകരവാദത്തിനായി ഹിസ്ബുള്ളയ്ക്ക് ഫണ്ടിംഗ് ലഭിക്കുന്നത് ഇതാദ്യമായാണ് ലബനീസ് അധികൃതർ പിടികൂടുന്നത്. തുക എത്തിയത് സംബന്ധിച്ച് ഹിസ്ബുള്ള ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, എപ്പോഴാണ് ഈ ഒരു സംഭവം നടക്കുന്നത്? ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഈ സംഭവം നടന്നതായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് $25 ലക്ഷം ഇത്തരത്തിൽ ഒളിച്ചു കടത്തിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഹിസ്ബുള്ളയിലെ ലബനനിലെ ബെയ്റൂട്ട് വിമാനത്താവളത്തിലെത്തിയ ഒരു തുർക്കിയിൽ നിന്നെത്തിയ ഒരു വ്യക്തി, അതായത് അയാളുടെ ഐഡന്റിറ്റി ഇപ്പോഴും തുർക്കിയാണോ എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഉറപ്പാക്കി വരുത്തിയിട്ടില്ല. എങ്കിൽ കൂടി തുർക്കിയിൽ നിന്ന് എത്തിയ ഒരു സഞ്ചാരിയുടെ കയ്യിൽ നിന്നാണ് ഈ തുക പിടിച്ചെടുത്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. $25 ലക്ഷം ഈ തുകയായി ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇത് ഭീകരതയ്ക്ക് വേണ്ടി ചെലവഴിക്കാനുള്ള അല്ലെങ്കിൽ ഭീകര ഫണ്ടിംഗായി എത്തിയ പണമാണ് എന്നതാണ് പ്രാഥമികമായ നിഗമനം. എന്നാൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ പിടികൂടുന്നത് ലെബനൻ സർക്കാർ ആദ്യമായാണ്. നമുക്കറിയാവുന്നതാണ്, ലെബനൻ സർക്കാരിന്റെ നിയന്ത്രണത്തിനപ്പുറമുള്ള പ്രദേശങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ഹിസ്ബുള്ള. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം നേരത്തെ നടന്നിരുന്നുവെങ്കിൽ കൂടി അത് ലെബനനിലെ വ്യവസ്ഥാപിത സർക്കാരിന്റെ കൈവശം എത്തുന്നതിനോ അല്ലെങ്കിൽ അത് പിടികൂടുന്നതിനോ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അത് സാധിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഹിസ്ബുള്ളയെ പൂർണ്ണമായും നിരായുധീകരിക്കുകയും അവരെ അതിന്റെ അവരുടെ നിയന്ത്രണ മേഖലകളിൽ നിന്നും മാറ്റുകയും ചെയ്തതോടുകൂടി ഇത്തരത്തിലുള്ള പണം കടത്തിക്കൊണ്ടുവരുന്നത് പിടിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ $25 ലക്ഷം അനധികൃതമായി തുർക്കിയിൽ നിന്ന് എത്തിച്ച തുക പിടിച്ചെടുത്തു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.